ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി യുഗാദി. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായി ഉഗാദി എന്താണെന്ന് അറിയാത്തവരോടായി 2 വാക്ക്. ഇന്ന് കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലായ ഉഗാദിയാണ്. ഉഗാദി എന്നാൽ യുഗത്തിൻ്റെ ആരംഭം എന്നാണ് അർത്ഥം. അതായത് നമുക്ക് വിഷു പോലെ അവരുടെ പുതുവർഷമാണ് ഉഗാദി. Welcome to Culinary Conversations and Memories, where we explore minimal cooking and nostalgic stories. ഉഗാദിക്ക് ഉണ്ടാക്കുന്ന 2 മെയിൻ ഡിഷിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. പക്ഷേ മെയിൻ ഡിഷാണെന്ന് ഓർത്തിട്ട് നിങ്ങൾ ഭയങ്കര കോംപ്ലക്സ് റെസിപ്പിയാണെന്നൊന്നും വിചാരിക്കേണ്ട. വളരെ വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒപ്പം നമുക്ക് ഗ്യാസും ലാഭിക്കാം. അതിനാവശ്യം ബാക്കി വന്ന ചോറ് മാത്രമാണ്. പക്ഷേ ഉഗാദി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഇവിടെ ഞാൻ ബാക്കി വന്ന ചോറ് എടുക്കുന്നില്ല. ഞാൻ ചോറ് പുതുതായിട്ട് വെക്കുവാണ്. പക്ഷേ ഇവർ സാധാരണയായിട്ട് ഇത് ബാക്കി വന്ന ചോറ് കൊണ്ടാണ് രാവിലെ ഉണ്ടാക്കാറ് കേട്ടോ. പക്ഷേ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള ചോറ് എടുക്കുന്നു എന്ന് മാത്രം. പിന്നെ വേണ്ടത് നിലക്കടലയാണ്. പിന്നെ ഇതുപോലുള്ള നിലക്കടല തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. പൊളിച്ചിട്ടുള്ള നിലക്കടല എടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ നൈബർ ഒരു തെലുഗു ഫാമിലി എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള നിലക്കടല അവരുടെ ഫാമിൽ നിന്ന് പറിച്ചിട്ട് കൊണ്ടു തന്നതാണ്. ഇതാ കണ്ടോ, ഞാനിങ്ങനെ പാക്കറ്റിലിട്ട് വെച്ചതുകൊണ്ട് ഇതാ മുളയൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള നിലക്കടല കണ്ടിട്ടുണ്ടോ? ഉണങ്ങിയതല്ലേ കണ്ടിട്ടുള്ളൂ. ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പം നിലക്കടല ആദ്യം എടുക്കുക. ഇനി ചോറിൽ പകുതി ചോറെടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഉടക്കുക. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഉടക്കുക. എനിക്കിപ്പോൾ ഇതാ ചൂട് ചോറായതുകൊണ്ട് എനിക്ക് ഉടക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. നമ്മൾ ഓണത്തിനും വിഷുവിനൊക്കെ പൂക്കൾ കൊണ്ടും കൊന്നപ്പൂ കൊണ്ടൊക്കെ അലങ്കരിക്കുന്നത് പോലെ ഉഗാദിക്ക് ഇവർ മെയിനായിട്ട് മാവിൻ്റെ ഇല കൊണ്ടാണ് അലങ്കരിക്കുക. അപ്പോൾ ചോറ് നന്നായിട്ട് ഉടച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുക. അത് പിന്നെയും ഉടക്കുക. അങ്ങനെ കുറച്ചായിട്ട് തൈര് ഉടച്ചുകൊണ്ട് ഇരിക്കുക. അപ്പോൾ മാങ്ങ ഉഗാദിക്ക് ഭയങ്കര ഓസ്പീഷ്യസ് ആണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഇവർ മാങ്ങ എല്ലാ ഡിഷിലും ആഡ് ചെയ്യും. അപ്പം ഒരു പച്ചടി, ഉഗാദിക്ക് ഒരു പച്ചടിയാണ് മെയിനായിട്ടുള്ളത്. അത് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും അതിന് പുളിപ്പ്, കയ്പ്പ്, ഉപ്പ്, കാരം, അതായത് എരിവ്, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ 6 രുചികൾ ഒരുമിച്ചിട്ടുണ്ടാവും. അപ്പോൾ ജീവിതത്തിലെ സന്തോഷം, ദുഃഖം, കോപം, ഭയം, അതിശയം, അങ്ങനെ എല്ലാ വികാരങ്ങളും ഒരുപോലെ സ്വീകരിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത്തിരി പാലും കൂടിയും ചേർത്തിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. ഇനി അടുത്ത സെറ്റ് ചോറെടുത്തിട്ട് ഇങ്ങനെ, പഴയ ചോറാണെങ്കിൽ ജസ്റ്റ് നമുക്ക് എടുത്താൽ മതി. ഇതിപ്പം ചൂടുള്ള ചോറായതുകൊണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇനി വേണ്ടത് മാങ്ങയാണ്. പച്ചമാങ്ങ നന്നായിട്ട് തൊലി കളയുക. അപ്പം എല്ലാ ഡിഷിലും ഈ മാങ്ങയുടെ എന്തെങ്കിലും ഒരു അംശം ഉഗാദിക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാങ്ങ പച്ചടി ഞാൻ ഉണ്ടാക്കുന്നില്ല. അതത്ര വലിയ ടേസ്റ്റൊന്നുമില്ല. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള 2 ഐറ്റം മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതാ ആ അരി ചോറ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, നേരത്തെ കാണിച്ചില്ലേ മാങ്ങ, ആ മാങ്ങ നന്നായിട്ട് ഉടച്ച് വെച്ച് ആ മാങ്ങ ചേർക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ ഗ്രേറ്റ് ചെയ്ത് വെച്ച കുറച്ച് മാങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നിങ്ങൾ ചേർത്ത് കണ്ടില്ലേ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ മാങ്ങയ്ക്ക് മാവിൻകായ് എന്നാണ് പറയുക. അപ്പോൾ മാവിൻകായ് ചിത്രാന എന്നാണ് ഈ ഡിഷിൻ്റെ പേര്. മറ്റേത് കർണാടകയുടെ കേർഡ് റൈസ്. ഓക്കെ, അപ്പോൾ ഇതേതാണ്ട് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടാവുമ്പോൾ ഇത്തിരി കടലപ്പരിപ്പ് ചേർക്കുക, കുറച്ച് ഉഴുന്ന പരിപ്പ് ചേർക്കുക, പിന്നെ കുറച്ച് ജീരകം ചേർക്കുക, പിന്നെ കടുക്, പിന്നെ വറ്റൽമുളക്, അത് കഴിഞ്ഞ് പച്ചമുളക് നടുകെ കീറിയിട്ട് അതിടുക. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചിട്ട് അത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഉഗാദി സ്പെഷ്യൽ കേർഡ് റൈസ് റെഡിയായി. ഓൾമോസ്റ്റ് ഫുള്ളി റെഡി ആയിട്ടില്ല.
ഇനി ഇതിലേക്ക് പൊമഗ്രനേറ്റ്, അതായത് നമ്മുടെ നാട്ടിലെ അനാറ്, അതിൻ്റെ അല്ലികൾ ഇടുക. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ശരിക്കും ടേസ്റ്റ് വരിക. കഴിക്കുമ്പം അത് നന്നായിട്ടിങ്ങനെ കടിക്കണം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നാട്ടിലും ചിലപ്പം ഉണ്ടാക്കുന്നുണ്ടാവും കേർഡ് റൈസ്, പക്ഷേ ഈ രീതിയിൽ തന്നെയാണോ ഉണ്ടാക്കാറെന്ന് എനിക്കറിയില്ല. ഞാൻ നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് കേർഡ് റൈസ് കഴിച്ചിട്ടില്ല. സോ ഖാദിയുടെ ഒന്നാമത്തെ മെയിൻ ഡിഷ് കേർഡ് റൈസ് ഇവിടെ റെഡിയായി. ഇനി അടുത്തത് നമുക്ക് മാവിൻകായ് ചിത്രാന അതും കൂടി കംപ്ലീറ്റ് ആക്കാം. അപ്പം അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നിലക്കടല ഇടുക, കുറച്ച് ഉഴുന്നുപരിപ്പ് ഇടുക. എണ്ണ ഒഴിച്ചിട്ടുണ്ടേ. ഇനി കുറച്ച് കടലപ്പരിപ്പ് ഇടുക. ഇതിലും പച്ചമുളക് അരിഞ്ഞു വെച്ചതിടുക. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതിടുക. പിന്നെ അഗെയിൻ ഇതിലും വറ്റൽമുളക് ഇടുക. പിന്നെ മല്ലിപ്പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് കുറച്ച് കായപ്പൊടി ഇടുക. എന്നിട്ട് പിന്നെയും വഴറ്റുക. സ്റ്റൗ നല്ല സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ. ഇനി ഇതിലേക്ക് നേരത്തെ മാങ്ങ കുഴച്ച് വെച്ച ആ ചോറെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ആക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിലും ഉലുവയും കടുകും ഒക്കെ ഇട്ടിട്ട് ആ സമയത്ത് പൊട്ടിക്കാം. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഇടുവാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തന്നെ കടുകൊക്കെ ഇട്ടിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ രുചികരമായിട്ടുള്ള ഉഗാദി സ്പെഷ്യൽ മാവിൻകായ് ചിത്രാന ഇവിടെ റെഡിയായിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേറെ ഒരു കറിയും വേണ്ട, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കേർഡ് റൈസും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇതിൽ മല്ലിയിലയും ആഡ് ചെയ്യാവുന്നതാണ്, അത് ഓപ്ഷണലാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും നല്ലൊരു വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു.